മഴക്കാലമായാൽ ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ് മാഹി ചാലക്കരയിലെ ഒരു കുടുംബം. ചെമ്പ്ര പ്രദേശത്തെ കാപ്പിൽ നിലം ശ്രീ കാർത്തികയിൽ VC പ്രകാശനും കുടുംബവുമാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. VC പ്രകാശിന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന തോട് കാലവർഷമെത്തിയാൽ നിറഞ്ഞൊഴുകുന്നത് കാരണം വഴി നടക്കാനോ ഒന്ന് പുറത്തേക്കിറങ്ങാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. വാഹനയോഗ്യമല്ലാത്തതിനാൽ ഒരു അസുഖം വന്നാൽ പോലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന രീതിയിലുള്ള ഒരു മരപ്പാലം മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം. 16 വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുവെന്നും നിരവധി തവണ അധികൃതരെ കണ്ട് പ്രശ്നം ഉന്നയിച്ചെങ്കിലും യാതൊരുവിധ പരിഗണനയും തങ്ങൾക്ക് ലഭിച്ചില്ലെന്നും ഇവർ പറയുന്നു. 16 മുതൽ ഇവിടെ ഈ സ്ഥലത്ത് വീടെടുത്ത് താമസിക്കുന്നതാ. ഒരുപാട് പാർട്ടി മാറി മാറി വന്നിട്ട് നമുക്ക് ഈ ഒരു വഴീന്റെ കാര്യം പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല. ഇപ്പൊ ഇനിയെങ്കിലും ഇതെല്ലാം ശ്രദ്ധയിൽ പ്രതീക്ഷനെടുത്തു ദിനേശൻ എന്ന് പറയുന്നവരുടെ അടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പ്രതീക്ഷയോടെ വെക്കുന്നത് നമ്മളൊരു വഴി എന്താ പറയാ വഴി പോകാനൊന്ന് വഴി റെഡിയാവുന്നുള്ളൊരു നമുക്കൊന്ന് നടന്നു വരേണ്ടത് മതി. നമ്മൾ 2016 മുതൽ താമസിക്കുന്നതാ. അത് മുതലേ പല പാർട്ടി അങ്ങനെ അന്നേരമെല്ലാം അധികാരത്തില് കോൺഗ്രസ് അല്ലേ ഉള്ളത്. അവരുടെ അടുത്തെല്ലാം നമ്മളെ അവസ്ഥ പറഞ്ഞതാണ്. ഇത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും അങ്ങനെ പറഞ്ഞ് തള്ളിയതേ ഉള്ളൂ. മഴക്കാലത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട്. തീരെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റൂല. ഒരു ഭക്ഷണ സാധനം വാങ്ങാൻ പോലും ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത്ര വെള്ളമാണ്. അതിൻ്റെ തന്നെ ഞാൻ ഓരോ ഫോണിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവര് പറയുന്നത് എന്താ വെച്ചാല് ഇത് ഒന്ന് റെഡിയാകാൻ വേണ്ടിക്കല് മുനിസിപ്പാലിറ്റി വേണം, പിന്നെ PWന്റെ അതും കൂടിയാ അവരെല്ലാം കൂടി വന്നാലേ ഇത് ശരിയാവും എന്നാലും പല ഒഴിവ് അങ്ങനെ പറഞ്ഞിട്ട് അടുത്ത വർഷം നോക്കാം. ഒന്നും ഇതുവരെ നമ്മളെ കൊറോണ സമയത്തും കൂടി നമ്മൾ ഇങ്ങനെ ഒരു വീട്ടുകാർ എന്നുള്ള രീതിയിൽ ഒരു ഇത് വന്ന് നോക്കിയിട്ട് ഒന്നുമില്ല. ഒരു പരിഗണനയില്ല. ഇവിടെ ഇപ്പൊ വീട് നമ്മളതാളു ഇതെല്ലാം ഓരോരുത്തർ സ്ഥലമാണ്. നമ്മളിപ്പോ 5 സ്ഥലക്കാർ ചേർന്നിട്ട് ഇത് പറയാ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അപേക്ഷയെല്ലാം കൊടുത്തിട്ടുണ്ട്. തോട് കവിഞ്ഞ് ഒഴുകി വീട്ടിലെല്ലാം അങ്ങനെ അഴുക്കും അതും ഇതെല്ലാം വന്ന് നല്ല ബുദ്ധിമുട്ടായി. പാമ്പ് ശല്യമുണ്ട്. കോഴിക്കൂട്ടിലെല്ലാം പാമ്പ് കയറിയതാ, പെരുമ്പാമ്പ്. പുറത്തേക്ക് പോവൂല. ഒരു 4 ദിവസം 5 ദിവസം വീട്ടിൽ തന്നെ. അവസാനത്തൊരു എന്തോ ഒരു അസുഖ കാര്യമൊന്നും ഇല്ലാത്തത് ഭാഗ്യം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും ഒന്നും അറിയൂല, പുറലോകെ അറിയൂല ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും. വഴിയാണ് ആവശ്യം. ഒരു വീട്ടിലേക്കുള്ള നമുക്ക് റോഡും വന്ന് നടന്നു വരേണ്ടത്. ഏത് മഴയത്തും നമ്മളെ വീട്ടിൽ എത്തിച്ചേരാനും വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്ന് പോകാനുള്ളൊരു സൗകര്യം. മഴക്കാലമായാൽ പാമ്പ് ശല്യവും രൂക്ഷമാണ്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട മാഹി മേഖല BJP പ്രവർത്തകർ അധികാരികൾ ചെന്ന് കാണുകയും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടാൻ വേണ്ട നടപടികൾ ചെയ്യുമെന്ന് അധികാരികൾ പറഞ്ഞതായും BJP മാഹി മേഖല പ്രസിഡന്റ് പ്രബീഷ് കുമാർ, ദിനേശൻ അങ്കവളപ്പിൽ എന്നിവർ പറഞ്ഞു. ചെമ്പ്ര ചാലക്കര ബോർഡിലുള്ള ഒരു സ്ഥലമാണ് ഇത്. വൈഡേരിയാണ്. 2016 ഇവർ ഇവിടത്തേക്ക് പ്രകാശനും കുടുംബവും വീടെടുത്ത് മാറിയത്. ആ സമയം മുതലേ മഴ പെയ്യുന്ന സമയങ്ങളിൽ മൊത്തം വെള്ളം കയറിയിട്ട് നല്ല മഴക്കാലങ്ങളിൽ ഇവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ 4-5 ഒരാഴ്ചയോളം അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു ഗതികേടെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് അടുത്ത കാലങ്ങളിലാണ് പ്രകാശേട്ടൻ നമ്മുടെ അടുത്ത് വരികയും ഇതേപോലെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പിന്നെ നമുക്ക് ഒരു വഴി വേണം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി മഴ പെയ്യുന്ന സമയങ്ങളിൽ മഴക്കാലങ്ങളിൽ എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം മാഹീനെ പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ഇത്രയും ഡെവലപ്ഡ് ആണെന്ന് പറയുന്ന മാഹിയിൽ ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു ദ്വീപിൽ നിൽക്കുന്നത് പോലെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് മാഹിയിൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ബന്ധപ്പെട്ട അധികാരികളെ നമ്മൾ അത് അറിയിച്ചിട്ടുണ്ട്, ആരെയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ബാക്കി PWD മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാരെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഈ വിഷയം ഇപ്പൊ നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ ആറേൻ്റെ അടുത്തും PWDയുടെ ആൾക്കാരുടെ അടുത്തും മുനിസിപ്പാലിറ്റി, കാരണം ഈ മെയിൻ കനാല് PWDന്റെ സബ് വരുന്നത് മുനിസിപ്പാലിറ്റിന്റെ അണ്ടറിലാണ്. ഇവരൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ മഴക്ക് മുന്നേ പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കാണാൻ സാധിക്കില്ല എന്നാണ് കരുതുന്നത്. എന്നാലും ടെമ്പററി ഇവർക്ക് നടന്നു പോകാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാമെന്ന് ഇപ്പം മുനിസിപ്പാലിറ്റി അധികൃതർ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഒരു എഞ്ചിനീയറൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മഴക്ക് ഇവർക്ക് അത്യാവശ്യം നടന്നുകൊണ്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയും അടുത്ത മഴക്ക് മുന്നേ
പെർമനന്റ് ആയിട്ട് ഇവർക്ക് ഒരു ഡ്രെയിനേജ് കം ഫുട്പാത്തും അവരുടെ വീട്ടിലേക്കുള്ള പാലവും ഒക്കെ റെഡിയായി കൊടുക്കുന്നതായിരിക്കും. ലത്തീഫ്, മഗ്നീഷ് മഠത്തിൽ, ജയസൂര്യ ബാബു എന്നിവർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു.